ഉണ്ണിയപ്പത്തിൻ്റെയും പഴംപൊരിയുടെയും ജിലേബിയുടെയൊക്കെ കൂടെ ഇതുകൂടി ആയാലോ? ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഞങ്ങൾ ഇതുപോലെയുള്ള ചില ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഞാൻ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾക്ക് ഏത് സീസണിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളോ നേന്ത്രപ്പഴമോ വാട്ടർമെലണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതേ അളവിൽ നമുക്ക് പഞ്ചസാര, പിന്നെ പുളിയില്ലാത്ത തൈര്, നല്ല കട്ട തൈരാണ് നല്ലത്, വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ബെസ്റ്റ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയൊക്കെ ആവാം, കൂടുതലാകരുത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് പഴംപൊരിയോ ജിലേബിയോ ഉണ്ണിയപ്പോ ഒക്കെ ചേർത്ത് കഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. മാമ്പഴം ഉള്ള കാലത്ത് മാമ്പഴം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പൈനാപ്പിളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങൾ ചേർക്കാം. പേരയ്ക്കൊന്നും ഇതിന് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും കൈയൊക്കെ നീട്ട് റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇവിടെ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാംഗോ സലാഡാണിത്.